നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ശരത് പവാറിന് വലിയ പണിയായി എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം NDAയിലേക്ക് പോകാനുള്ള ശ്രമത്തെ തിരുത്തുകയാണ്. മകൾ സുപ്രിയ സുലെ NDAയിലേക്ക് ചേർന്ന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്നുള്ള നീക്കം അതിശക്തമാക്കാൻ തുടങ്ങിയതോടെയാണ് നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ കൂട്ടാൻ അദ്ദേഹം വിസമ്മതിച്ചതും അതേ സമയത്ത് തന്നെ കോൺഗ്രസിലേക്ക് ചേരാൻ ശരത് പവാർ വിഭാഗത്തിലെ 8 MP-മാരിൽ സുപ്രിയ ഒഴികെയുള്ള 7 MP-മാരും തീരുമാനിച്ചത്. ഇതോടുകൂടിയാണ് ശരത് പവാറിന് കാര്യങ്ങൾ പിടികിട്ടിയത്. അദ്ദേഹം കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും നിരുപാധികം മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. താൻ എടുത്തുചാട്ടക്കാരനാണ് എന്ന് പരസ്യമായി സമ്മതിച്ചുകൊണ്ട് എല്ലാ തെറ്റുകൾക്കും മാപ്പ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും ദുർഘടഘട്ടത്തിൽ പോലും ശരത് പവാറിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല കോൺഗ്രസിനോട് നെറുകേട്, വഞ്ചനാ രാഷ്ട്രീയം എല്ലാം കാണിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസുമായി ഭിന്നാഭിപ്രായമുണ്ടാക്കി ശരത് പവാർ NCP തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസുമായി പല രീതിയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും കോൺഗ്രസ് അതെല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും UPAയുടെ ഭാഗമാക്കുകയും അദ്ദേഹത്തിന് പരമാവധി സ്ഥാനമാനങ്ങൾ എല്ലാം കോൺഗ്രസ് കൃത്യമായി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും രാഷ്ട്രീയ നെറുകേട് മാത്രമാണല്ലോ കാണിച്ചത് എന്ന വലിയ ചോദ്യം അവിടെ ഉണ്ടായി. സ്വന്തം മരുമകൻ അജിത് പവാർ ചതിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശരത് പവാറിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഉണ്ടായത്. പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ അജിത് പവാറിന് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പവാറിന് തന്നെയാണ്, ശരത് പവാറിന് തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞതല്ല. അജിത് പവാറിനെ അഴിമതിക്കാരനാക്കുന്നതിൽ അഥവാ അജിത് പവാർ അഴിമതി കാട്ടിയതിൽ ഏറ്റവും നിർണായക പങ്ക് ശരത് പവാറിന് തന്നെ ഉള്ളതാണ്. NCP അഴിമതിയുടെ നിറകുടമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച കാലം കുറേയുണ്ടായിരുന്നു. അന്ന് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ശരത് പവാറിന് കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. ഇന്ന് അജിത് പവാർ BJPയുമായി സന്ധി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഴിമതി കേസിൽ ജയിലഴിക്കുള്ളിലേക്ക് കിടക്കും എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് തെറ്റുതിരുത്താൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ അധികായൻ എന്ന് പേരുകേട്ട പവാറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസിലേക്ക് MP-മാർ എത്തും എന്ന് മനസ്സിലായതോടെ ഭയചകിതനായ ശരത് പവാർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. സുപ്രിയ സുലെ തന്നെ ആയിരിക്കും കക്ഷി നേതാവ്. ഒരിക്കലും BJPയിലേക്ക്, അതായത് NDA സഖ്യത്തിലേക്ക് പോകില്ല എന്ന് എഴുതി ഉറപ്പ് കൊടുക്കാൻ താൻ ഒരുക്കമാണ്. രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ കാര്യങ്ങൾക്ക് ഒരു നീക്കം വന്നിരിക്കുന്നത്. ഫട്നാവിസ് ഉറപ്പിച്ച് പറഞ്ഞു സുപ്രിയ സുലെയെയും അതുപോലെ NCP ശരത് പവാർ നേതാക്കളെയും NDAയിലേക്ക് വേണ്ട. പക്ഷെ എന്നിരുന്നാലും MP-മാർ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. അവർ പറയുന്നത് ശരത് പവാറിനെ ഞങ്ങൾ അംഗീകരിക്കാൻ താല്പര്യമില്ല, ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹം പറയട്ടെ എന്ത് വേണമെന്ന്, ഞങ്ങൾക്ക് കോൺഗ്രസിൽ പോകുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സുപ്രിയ സുലെ ഇതൊക്കെ തീരുമാനം മാറ്റിമറിക്കാൻ ആരാണ് എന്ന ചോദ്യം അവിടെ ഉദിക്കുകയാണ്.